ഇന്നത്തെ വീഡിയോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിനെ പറ്റിയാട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ക്യാമലിൻ്റെ ഈ ഒരു 24 ഷെയ്ഡ്സ് വരുന്ന കളർ പെൻസിൽസാണ്. എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഐറ്റം ഇതാട്ടോ. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു കളർ എടുത്താൽ തന്നെ അതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ടാവും. പിന്നെ അത് എത്ര പ്രാവശ്യം യൂസ് ചെയ്താലും അത് അങ്ങനെയൊന്നും തീരുകയില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് ഒത്തിരി കാലം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് വാങ്ങിയത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ്. നിങ്ങൾക്കിത് ഓൺലൈൻ നോക്കിയാലും കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു മീഷോയിൽ വേറൊരു ബ്രാൻഡിൻ്റെ ഇതേ സെയിം 24 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് 1-2 കളറൊക്കെ ഒരു പേപ്പറിൽ കളർ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് വരുന്ന ഒരു ബ്ലൂ കളറാണ്, പിന്നെ വരുന്നത് ഒരു ഡാർക്ക് പിങ്കും, പിന്നെ ഉള്ളത് ഒരു ലൈറ്റ് പിങ്കും ആട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പിങ്ക് കളറാണ്. നമ്മൾ പിന്നെ എന്ത് ക്രാഫ്റ്റ് ചെയ്താലും കുറച്ച് ക്യൂട്ട്നെസ് വേണമെന്നുള്ളതുകൊണ്ട് പിങ്ക് നിർബന്ധമാണല്ലോ. പിന്നെ വരുന്നത് ഈ ക്യാമലിൻ്റെ തന്നെ ഒരു 10 രൂപയുടെ ക്രയോൺസ് ആട്ടോ. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ എന്തെങ്കിലും കളർ പേപ്പറൊക്കെ തീർന്നു പോവുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ വൈറ്റ് പേപ്പർ എടുത്ത് അതിൽ നമുക്ക് വേണ്ടി കളറൊന്ന് അടിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കളർ പേപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്തതാണ് ഈ ഒരു സ്കെച്ച് പെൻ്റെ സെറ്റ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. 10 രൂപയ്ക്ക് 12 ഷെയ്ഡ്സ് വരുന്ന കേട്ടോ. പിന്നെ ഇതിടാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന പാത്രം ഇവിടുത്തെ ഉപ്പും പാത്രമായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്യാപ്പ് പോയപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാട്ടോ. പിന്നെ വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു ഐറ്റമാണ് ഈ ബ്രഷ്. അതിൽ ആ കാണുന്ന ബ്ലൂ ബ്രഷ് ഞാൻ ക്രാഫ്റ്റ് തുടങ്ങിയ സമയത്ത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. ബാക്കി എല്ലാ ബ്രഷും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്കിതെല്ലാം കൂടെ ഒരു കോംബോ ആയിട്ട് കിട്ടിയതാണ്. പക്ഷെ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ആകെ കൂടെ ഈ ഒരു ചെറിയ ബ്രഷും പിന്നെ ആ മീഡിയം സൈസിൽ 1-2 ബ്രഷും മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു തലമുടി പോലെ ഇരിക്കുന്ന ബ്രഷൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് പോലില്ല കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേറെ 2 ഐറ്റമാണ് ഇത്. ഞാൻ ഡ്രോയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു ക്യാമലിൻ്റെ തന്നെ ഡ്രോയിങ് പെൻസിലും, പിന്നെ ഈ വരുന്ന ഒരു ജെൽ പെന്നും ആട്ടോ. ഇത് കടയിൽ നിന്ന് നമ്മൾ 10 രൂപ കൊടുത്തപ്പോൾ കിട്ടിയൊരു പെന്നാണ്. ഇതുപോലത്തെ 2 പെന്നുണ്ടായിരുന്നു, ഒരെണ്ണം തീർന്നു, ഇതിപ്പോൾ തീരാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് രണ്ടും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പിന്നെ വരുന്ന ഈ ഒരു ഗ്ലൂ ആട്ടോ. ഈ 4 എണ്ണം ഫെവിക്കോള്, ഫെവിഗം, പിന്നെ ഫെവി സ്റ്റിക്ക്. ഇത് 3 ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. 10, 15, 20, 25 അങ്ങനെ ഒരു റേറ്റ് വരുന്ന ഐറ്റം ആട്ടോ ഇത് 3. പിന്നെ വരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു B700 എന്ന് പറയുന്നത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. 2 പാക്ക് വരുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇതിൻ്റെ മാത്രമല്ല, ഞാൻ ഓൺലൈൻ വാങ്ങിയ എല്ലാ ഐറ്റംസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഇത് 2 എണ്ണം. ഇത് രണ്ടും നമ്മൾ ക്ലേ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. ഈ ഒരു പെയിൻ പാലറ്റും പിന്നെ ഒരു ബ്രഷ് ഹോൾഡറും. പെയിൻ പാലറ്റ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോലം കണ്ടെത്താൻ അറിയാം. പക്ഷേ ഈ ബ്രഷ് ഹോൾഡർ ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ തിളക്കം അതുപോലെ തന്നെയുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു 3 കട്ടിങ് ഐറ്റംസ്. ആദ്യത്തേത് ഇതൊരു പേപ്പർ കട്ടറാണ്. ഞാൻ 15 രൂപയ്ക്ക് കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ കോമൺലി യൂസ് ചെയ്യുന്ന ആ ഒരു ചെറിയ കത്രികയും വലുതും. പിന്നെ വരുന്നത് ഈ ഒരു സ്കെച്ച് ബുക്ക് ആട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ പേപ്പർ സൈസ് എന്ന് പറയുന്നത് A5 ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പേപ്പർ ആട്ടോ. ഇത് 2 ബുക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരു ബുക്ക് തീർന്നു, ഇതിപ്പോൾ 2ാമത്തെ ബുക്കാട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇതൊക്കെയാണ് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ.